സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ ഇടനാഴിയുടെ അവസാനം, അധ്യായം 7. പിന്നീടൊന്നും കേൾക്കണമെന്നേ തോന്നിയില്ല. എന്നിട്ടും ചിന്നമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. മരിച്ച ആൾക്ക് 3 ആൺകുട്ടികൾ. മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞിരുന്നു. ഏതോ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് ബന്ധമെടുത്തിരിക്കുന്നത്. വലിയ കുടുംബക്കാരാരും കരളുറപ്പോടെ വെറ്റിലപ്പറമ്പുകാരുമായി ബന്ധുത്വം സ്ഥാപിക്കാറില്ല. വിവാഹം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞപ്പോഴായിരുന്നു അസുഖത്തിന്റെ ആരംഭം. കുറച്ചുനാൾ ഏതോ ഭ്രാന്താസ്പത്രിയിലായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചിന്നമ്മ കണ്ടിരുന്നോ അയാളെ? ഉള്ളിൽ ഭീതി അപ്പോഴും മണം വിടർത്തി നിന്നിരുന്നു. ഇല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ടിട്ടേയില്ല. പുറത്തേക്കൊന്നും വിടാറില്ലെന്നാ കേട്ടത്. സദാ കാവലുണ്ടാവും. അസുഖം തീർത്തും മാറിയിട്ടാണോ കൊണ്ടുവന്നിരിക്കുന്നത്? ആർക്കറിയാം. കോയാക്കയോട് ചോദിച്ചാൽ കുറവുണ്ടെന്ന് പറയും. നമുക്കും അങ്ങനെ വിശ്വസിക്കാം. കോയാക്ക അവിടുത്തെ കാര്യസ്ഥനാണ്. രാവിലെ തൊടിയിലുള്ള വെറ്റിലക്കൊടി നനയ്ക്കാൻ വരും. വെള്ളം വലിച്ചെടുക്കാൻ 10-18 വയസ്സുള്ള ഒരു പയ്യനുണ്ടാവും. താൻ വന്നതിന് ശേഷം ഒരിക്കലേ ആ വരവുണ്ടായിരുന്നുള്ളൂ. മഴ ഒന്ന് മാറി നിന്ന ദിവസം. ഇളയവർക്കോ? ആശങ്കയോടെയാണ് ചോദിച്ചത്. രണ്ടാമത്തെ ആൾക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാ ചേട്ടൻ ഇങ്ങനെ ആയത്. അതോടെ അയാളുടെ പഠിപ്പ് നിന്നു. ചുരുക്കം അയാളെയും പുറത്ത് കാണുന്നത്. പിന്നിലുള്ളത് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട 10 വയസ്സുകാരൻ. വരുന്ന വഴി പാടത്തു നിന്നും കയറി വന്ന കോയാക്കയോടൊപ്പം ആ കുട്ടിയും ഉണ്ടായിരുന്നു. നന്നേ വെളുത്ത് മുഖശ്രീയുള്ള ഒരു ആൺകുട്ടി. ഒറ്റമുണ്ടും മുറുക്കൈ ബനിയനുമായിരുന്നു വേഷം. പുതിയതായി വന്ന ടീച്ചറാണോ ഇവർ? കോയാക്കയിൽ നിന്നും ചോദ്യമുണ്ടാകാതിരുന്നില്ല. മറുപടി പറഞ്ഞത് ചിന്നമ്മയാണ്. എവിടാ നാട്? അതിനുത്തരം താൻ തന്നെ പറഞ്ഞു. സ്കൂളിന്റെ പേരും പിന്നെ പറയേണ്ടി വന്നു. നടപ്പ് കുറേ ഉണ്ടല്ലേ? സമ്മതഭാവത്തിൽ ചിരിക്കുക മാത്രം ചെയ്തു. സംഭാഷണം കൗതുകത്തോടെ കേട്ടു നിൽക്കുകയായിരുന്നു ആ കുട്ടി. എന്നാൽ ചെല്ല്, സ്കൂളിൽ പോവേണ്ടതല്ലേ? കോയാക്ക തന്നെ പറഞ്ഞു. മനസ്സാകെ വിക്ഷുബ്ധമായിരിക്കുന്നു ഇപ്പോൾ. ഇങ്ങനെയൊരു താമസം മാറ്റമേ വേണ്ടിയിരുന്നില്ല. നാളെ വെള്ളിയാഴ്ചയാണ്. താൻ തനിച്ചിരിക്കേണ്ട ദിവസം. ധൈര്യമൊക്കെ സംഭരിച്ചു വരികയായിരുന്നു. എല്ലാം ഞൊടിയിട കൊണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. നാളെ എന്താ ചെയ്യുക? എനിക്കാകെ പേടി തോന്നുന്നു. കുളി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ചിന്നമ്മയോട് പറഞ്ഞു. ശോ, ഈ മായയുടെ ഒരു പേടി. ഇതൊക്കെ പറഞ്ഞു തന്നതാ ഇപ്പോ അബദ്ധമായത്. പറഞ്ഞു തരാതിരുന്നാലും അബദ്ധമായേനെ. ഞാനൊന്നും അറിയാതെ നടക്കുമ്പോഴാവും ഓർക്കാപ്പുറത്ത് അയാൾ വന്ന് മുന്നിൽ നിൽക്കുന്നത്. അതിന് അയാൾ ഇറങ്ങി വന്നിട്ട് വേണ്ടേ മായി? നന്ദിനി ചേച്ചി വന്നിട്ട് 1 വർഷമാകുന്നു. ഞാൻ വന്നിട്ട് 4 മാസവും. ഇതേവരെ ആ മനുഷ്യനെ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇതൊക്കെ തന്നെ പറഞ്ഞു കേട്ട അറിവാ. അങ്ങനെയൊരാൾ ഇല്ലെന്ന് തന്നെ സമർത്ഥിക്കുവാൻ പോകുവാണോ എൻ്റെ പേടി മാറ്റാൻ? ആളൊക്കെയുണ്ട് ആ വീട്ടിലെവിടെയോ. നമുക്കൊരു ഉപദ്രവവും ചെയ്യില്ല ആ മനുഷ്യൻ. എന്നിട്ടും മായ ആ പാവത്തിനെ പേടിക്കുന്നു. ആ സാന്ത്വനോക്തികൾ മനസ്സിനെ കുറച്ചൊന്ന് തണുപ്പിച്ചു. അത്ര പേടിയാണെങ്കിൽ മായ ഒരു കാര്യം ചെയ്യ്. വാതിലടച്ച് അകത്തിരുന്നോളൂ. 4:45 ആവുമ്പോഴേക്കും യമുനയും രാധയും ഒക്കെ എത്തും. ലോഡ്ജിന്റെ പടി കയറുമ്പോൾ ചിന്നമ്മ വിലക്കുകയും ചെയ്തു. നന്ദിനി ചേച്ചിയോട് ഇതൊന്നും പറയരുത്, എന്നെ വഴക്കു പറയും. വെറുതെ അതും ഇതുമൊക്കെ പറഞ്ഞു തന്ന് മായയെ പേടിപ്പിച്ചുവെന്ന് പറയും. അത് സമ്മതിച്ചു. പറഞ്ഞത് കുമുദിനി ടീച്ചറിനോടാണ്. സ്കൂളിൽ ചെന്ന പാടെ അവരെ അറിയിക്കുകയായിരുന്നു. കണ്ണും മിഴിച്ച് ടീച്ചർ മുഖത്തേക്ക് നോക്കിയിരുന്നു. തൻ്റെ അയൽപ്പക്കത്തെ വിശേഷം അവരപ്പോഴാണ് അറിയുന്നത് തന്നെ. ശോ, അവരൊന്നും ഇതേക്കുറിച്ച് സാറിനോട് പറഞ്ഞിരുന്നില്ലല്ലോ. മായേ, എങ്കിൽ ഞാൻ ഒരിക്കലും ആ ലോഡ്ജിലേക്ക് മായയെ പറഞ്ഞു വിടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവരൊരു പോംവഴി കണ്ടുപിടിച്ചു. ഒരു കാര്യം ചെയ്യ്, തനിച്ചിരിക്കേണ്ട അവിടെ. രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോന്നോളൂ. മറ്റുള്ളവരൊക്കെ എത്തുമ്പോഴേക്കും തിരിച്ചു പോകാം. അത് പ്രായോഗികമല്ലെന്ന് മനസ്സ് പറഞ്ഞു. എന്നത്തെയും പോലെ ഒരുങ്ങിക്കെട്ടി. വയ്യ, നോക്കട്ടെ ഒരു ദിവസം. കുറച്ച് ധൈര്യമൊക്കെ ഇപ്പോഴുണ്ട്. അന്ന് രാത്രി മനസ്സമാധാനത്തോടെയൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് മെസ്സിന്റെ ചുമതലയും ഉണ്ടായിരുന്നു. ചിന്നമ്മയായിരുന്നു കൂട്ട്. ഈ 2 പേരാണ് ഓരോ ദിവസവും. അത് കാരണം 2 ദിവസം കൂടുമ്പോൾ അടുക്കളയിൽ കയറിയാൽ മതി. പിന്നെ പിടിപ്പത് പണിയുണ്ടാവും.
വൈകുന്നേരം നന്ദിനി ടീച്ചറും ചിന്നമ്മയുമാണ് പിറ്റേന്നത്തേക്കുള്ള പച്ചക്കറിയും മത്സ്യവും കൊണ്ടുവരുന്നത്. അവരുടെ ഓഫീസിനടുത്ത് മാർക്കറ്റുണ്ട്. ചോറ് കൊണ്ടുപോകുന്ന പാത്രത്തിലാക്കും മത്സ്യം. അധികമൊന്നും ഉണ്ടാവില്ല അത്. അന്ന് രാത്രിയും പിറ്റേന്ന് ഉച്ചത്തേക്കും പേരിന് ഓരോ കഷണവും ചാറിനുള്ളതും മാത്രം. അത് വെട്ടിക്കഴുകി കറിയാക്കേണ്ടത് അന്നത്തെ മെസ്സുകാരും. അടുക്കള ചുമതലയുള്ള ദിവസമാണ് മണിക്കൂറുകൾ ചിറകുവെച്ച് പറക്കുന്നത്. അതിരാവിലെ എഴുന്നേൽക്കണം. കിണറ്റിൽ നിന്നും ആവശ്യത്തിനുള്ള വെള്ളം തലേന്ന് തന്നെ കോരി ബക്കറ്റുകളിലാക്കി അടുക്കി വെച്ചിരിക്കും. കട്ടൻ കാപ്പി തയ്യാറാക്കുന്നതോടെ ജോലി ആരംഭിക്കുകയായി. പിന്നീട് ഒരു വലിയ കഞ്ഞിക്കലം അടുപ്പിൽ സ്ഥാനം പിടിക്കും. 6 പേർക്കും ഉച്ചത്തേക്കുള്ള ചോറും പ്രാതലിനുള്ള കഞ്ഞിയും അതിലാണ് വേകുക. മറ്റൊരു കലത്തിലേക്ക് ചോറ് ഊറ്റിയെടുക്കും. ബാക്കിയുള്ളത് വിളമ്പുന്നത് വരെ അടുപ്പിൽ കിടക്കും. രാവിലെ തയ്യാറാക്കുന്ന തോരനോ മെഴുക്കുപിരട്ടിയോ കൂട്ടിയാണ് കഞ്ഞി കുടിക്കുന്നത്. തലേന്ന് വൈകുന്നേരം വെച്ച മീൻകറി ഒന്നുകൂടി തിളപ്പിച്ചാറ്റി വെച്ചിരിക്കും ഉച്ചത്തേക്ക്. 6 പേർക്കുള്ള ചോറ് പാത്രവും തയ്യാറാക്കി വെക്കേണ്ടത് മെസ്സുകാരുടെ ചുമതലയാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ജോലി. ഒരു പാത്രത്തിലും ഒന്ന് കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. രാത്രി കഞ്ഞിയും പയറും, അല്ലെങ്കിൽ ഉപ്പുമാവ്. പാലൊഴിച്ച ചായയോ കാപ്പിയോ ലോഡ്ജിൽ ഉണ്ടാക്കാറില്ല. രാവിലെയും വൈകുന്നേരവും ജോലി ചെയ്യുന്നിടത്ത് ചായ പതിവായി ഇരുന്നത് കൊണ്ട് തൽക്കാലം കട്ടനൊക്കെ മതിയെന്ന് വെച്ചു. കിട്ടുന്നതൊക്കെ കുടിച്ചും തിന്നും തീർത്താൽ കുടുംബത്തിന് കൊടുക്കാൻ ഒന്നും കാണില്ല. നന്ദിനി ചേച്ചിയുടെ തത്വം ചിന്നമ്മ മാത്രം അംഗീകരിച്ചു. ഇപ്പോൾ താനും. യമുനയും രാധികയും നിസയും കൂടി ഒരു കുപ്പി പാൽ വാങ്ങും. രാവിലെ 8-8:30 അവരിൽ ആരെങ്കിലും ഒരാൾ വന്ന് ചായ തയ്യാറാക്കും. ബാക്കിയുള്ള പാൽ ഒരു ഹോർലിക്സ് കുപ്പിയിൽ ഉറയൊഴിച്ചു വെക്കും. അടുക്കളയിൽ ഒരു ചുവരലമാരയുണ്ട്. കുപ്പിയുടെ സ്ഥാനം അവിടെയാണ്. ഊണിനുള്ള തൈര് 3 പേർക്കും കൂടി മറ്റൊരു കുപ്പിയിലേക്ക് പകർന്നെടുത്തിട്ടാണ് ഉറയൊഴിക്കുന്നത്. മായയ്ക്ക് വേണ്ട പാൽച്ചായയും തൈരുമൊക്കെ. പരിഹാസത്തിന്റെ ചാട്ടുളി ചിന്നമ്മയുടെ സ്വരത്തിലുണ്ടായിരുന്നോ? താനത് ശ്രദ്ധിച്ചില്ല. വേണ്ടെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു. ചെലവ് ചുരുക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുകയാണ്. ഇപ്പോൾ തന്നെ 2 നേരം പാൽച്ചായ പതിവായിരിക്കുന്നു. വീട്ടിൽ കട്ടൻ ചായയാണ് സ്ഥിരം. ശ്യാമിനു വേണ്ടി പാല് വാങ്ങിക്കൊണ്ട് ഇരുന്നതിനിടയിൽ വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ കുറച്ച് പാല് മിച്ചം പിടിച്ച് ചായ ഇടാറുണ്ട്. താൻ TTCക്ക് പോയി തുടങ്ങിയപ്പോഴേക്കും പാല് വാങ്ങുന്നത് ഒക്കെ നിർത്തി. ശ്യാം അപ്പോഴേക്കും 2 വയസ്സ് പിന്നിട്ടിരുന്നു. സ്കൂളിൽ എത്തിയതിനു ശേഷം രാവിലെയും വൈകുന്നേരവും തൊട്ടടുത്ത ചായക്കടയിൽ നിന്ന് ചായ എത്തും. ആദ്യത്തെ ദിവസം കുടിച്ചു പോയതുകൊണ്ട് പിന്നീട് വേണ്ടെന്ന് പറയാനും കഴിഞ്ഞില്ല. പറ്റുപുസ്തകത്തിൽ തനിക്ക് വേണ്ടി ഒരു പുറം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ആകെ ഒഴിവാക്കാൻ കഴിഞ്ഞത് 2 നേരം ചായയോടൊപ്പം എത്തുന്ന പഴംപൊരിയോ വടയോ ഒക്കെയാണ്. എന്താ മായയ്ക്ക് ഇതൊന്നും വേണ്ടേ? ആരോ ചോദിക്കുകയുണ്ടായി. എണ്ണപ്പലഹാരം വയറ്റിന് പിടിക്കില്ല. എത്ര അനായാസമായി പറഞ്ഞു കഴിഞ്ഞു. ചായ കുടിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ളവരുടെ മുഖമാണ് മനസ്സിൽ തെളിയുക. പാല് ചേർത്ത ഒരിറക്ക് ചൂട് ചായ കിട്ടിയാൽ അച്ചമ്മയ്ക്ക് എല്ലാമായി. സാവിത്രി ചിറ്റ വരുന്ന ദിവസം സുമയെ പറഞ്ഞയച്ച് പശുക്കറവയുള്ള അടുത്ത വീട്ടിൽ നിന്നും അച്ചമ്മ പാല് വാങ്ങിപ്പിക്കും. തൽക്കാലം കടം പറഞ്ഞാണ് വാങ്ങുക. അന്ന് എല്ലാവർക്കും കിട്ടും ഗ്ലാസ് നിറയെ പാൽച്ചായ. ഒരു സദ്യയുണ്ട തൃപ്തിയാണ് പിന്നീട്. അന്ന് ചിറ്റ തരുന്ന കാശിന് ആദ്യം വീട്ടുന്ന കടം പാലിൻ്റേതാവും. അതേക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ സ്വയം അറിയാതെ തന്നെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നു. വീട്ടിലെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചൊന്നും ആരോടും ഇതേവരെ പറഞ്ഞിട്ടില്ല. ചിന്നമ്മയോട് പോലും. ആത്മനൊമ്പരങ്ങൾ അടക്കി പിടിച്ച് മറ്റുള്ളവരോടൊപ്പം തുഴയാനാണ് യത്നിക്കുന്നത്. രാവിലെ ആദ്യം നന്ദിനി ചേച്ചിയും ചിന്നമ്മയും പടിയിറങ്ങി. അവർക്ക് പോകേണ്ടുന്ന ചരൽപ്പാതയിലെത്താൻ ഒരു എളുപ്പവഴിയുണ്ട്. പാടം ചുറ്റി പോകേണ്ടുന്ന കാര്യമൊന്നുമില്ല. വെറ്റിലപ്പറമ്പുകാരുടെ തന്നെ ഒരു വലിയ പുരയിടം കയറിയിറങ്ങിയാൽ ചരൽപ്പാതയിലെത്താം. അത് മെയിൻ റോഡിൽ ചെന്ന് ചേരുന്നിടത്താണ് ഓഫീസ്. ഒരു 20 മിനിറ്റ് നടക്കേണ്ടി വരും. ആ വഴി തന്നെയാണ് മറ്റുള്ളവർക്കും പോകേണ്ടത്. സ്കൂൾ സമയം 10:30 ആയതുകൊണ്ട് കുറച്ച് വൈകി ഇറങ്ങിയാൽ മതി. അന്ന് അവരിറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുക്കള കതക് ഭദ്രമായി അടച്ച് കുറ്റിയിട്ടു. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നേരത്തെ കോരി അകത്ത് വെച്ചിരുന്നു.
10 മണി കഴിഞ്ഞപ്പോഴേക്കും യമുനയും കൂട്ടരും പടിയിറങ്ങി. തനിച്ചിരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ എന്നൊരു ചോദ്യം നിസ ചോദിക്കാതിരുന്നില്ല. വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അവർ കൺമുന്നിൽ നിന്നും മറയുന്നത് നോക്കി ഉമ്മറത്തെ തൂണും പിടിച്ചു നിൽക്കുകയായിരുന്നു. 3 പേരുടെയും തലവട്ടം മാത്രമേ കാണുന്നുള്ളൂ. കതകടയ്ക്കാനായി തിരിഞ്ഞതാണ്. ടീച്ചറെ! ചിരപരിചിതമായ വിളി കേട്ട് കാലുകൾ ചലനമറ്റു നിന്നു. മുഖം നിറയെ ചിരിയുമായി കുഞ്ഞലവി പടി ചാടിക്കടന്ന് വരുന്നു. എന്താ കുഞ്ഞലവി ഈ വഴിയൊക്കെ? വിശേഷിച്ച ഒന്നുമില്ല ടീച്ചറെ, അടയ്ക്ക വാങ്ങാൻ വന്നതാ. നീ തനിച്ചോ? ഉപ്പയുണ്ട്, അവിടേക്ക് കയറി. അവൻ വെറ്റിലപ്പറമ്പിലേക്ക് കൈ ചൂണ്ടി. ടീച്ചറ് ഇന്നിവിടെ ഉണ്ടാവുമെന്ന് ഞമ്മക്കറിയാം, അതാ ഇങ്ങ് പോന്നത്. ഉപ്പ വഴക്ക് പറയില്ലേ? ഇല്ല, നമ്മള് ചോദിച്ചേക്കണ്. ഉപ്പ തനിച്ചല്ല, ഒരു ബാല്യക്കാരനുമുണ്ട് അടയ്ക്ക പറിക്കാൻ. എല്ലാം ചാക്കിലാക്കി കൊണ്ടുപോവാൻ നേരം ചെന്നാൽ മതി നമ്മള്. ഒറ്റ വീർപ്പിൽ കുഞ്ഞലവി പറഞ്ഞു നിർത്തി. എപ്പോഴും ഈ വഴിയൊക്കെ വരാറുണ്ടോ നിങ്ങള്? അരഭിത്തിയിൽ ഇരുന്നു കൊണ്ടായിരുന്നു ചോദ്യം. മനസ്സിന്റെ പിരിമുറുക്കം അഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. ഒരുപക്ഷെ അയൽപക്കത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞേക്കും. മാസത്തിലൊരിക്കലെങ്കിലും വരും. ഈ ഭാഗത്തെ അടയ്ക്കയൊക്കെ ഞമ്മളാ എടുക്കണേ. ഈ തൊടിയിലേതും? ഉവ്. അവിടത്തേത് കഴിഞ്ഞ് ഇങ്ങോട്ടാ വരവ്. കമുകുകളുടെ തലയ്ക്കലേക്കായിരുന്നു അപ്പോഴവന്റെ നോട്ടം. ഒരു നിമിഷം മൗനത്തിന്റെ തിരശീല ഇരുവർക്കുമിടയിൽ വീണുകിടന്നു. ടീച്ചറ് തനിച്ചേ ഉള്ളൂ? ചുറ്റുപാടും വീക്ഷിച്ചിട്ടായിരുന്നു ചോദ്യം. ഉവ്. എന്തിനാ പേടിക്കുന്നേ? വെറ്റിലപ്പറമ്പില് എപ്പോഴും ആൾക്കാരുള്ളതല്ലേ. പിടിച്ചു കയറാൻ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയിരിക്കുന്നു. ആ പറഞ്ഞത് നേരാ. അവിടുന്ന് നോക്കിയ ഈ പുരയിടവും തൊടിയുമൊക്കെ ശേലായി കാണാം. അവനും സമ്മതിച്ചു. ഞാൻ വന്നിട്ട് ഇതേവരെ അവിടൊന്നും പോയില്ല കുഞ്ഞലവി. ആരൊക്കെയാ അവിടെ ഉള്ളത്? ഓർമ്മയിൽ ചികയാൻ ഒരു നിമിഷം അവനെടുത്തു. ഒരു വല്യമ്മ, അവരുടെ 2 മക്കള്, മൂത്ത മരുമോളും കുട്ടിയോളും, പിന്നെ ഒരു കാര്യസ്ഥൻ, അടുക്കളപ്പണിക്ക് നിൽക്കണ ഒരു പെമ്പ്രന്നോര്. പിന്നെയും പട്ടിക നീളുമോ എന്ന് സംശയിച്ചു. ഉള്ളിലാകെ കുഴമറിയായി. ചിന്നമ്മ പറഞ്ഞത് 3 മക്കളെക്കുറിച്ചാണ്. ആർക്കാണ് പിശക് പറ്റിയത്? ചിന്നമ്മയ്ക്കോ കുഞ്ഞലവിക്കോ? അവിടുത്തെ അമ്മയ്ക്ക് 3 പേരാ മക്കളെന്ന് ഇവിടെ ആരോ പറഞ്ഞു കേട്ടല്ലോ കുഞ്ഞലവി. അപ്പോ ഇവിടുള്ളവരെക്കുറിച്ചല്ലേ ടീച്ചർ അന്വേഷിച്ചത്? അവന്റെ മറുചോദ്യം കേട്ട് ഉള്ളിൽ ചിരിയുണർന്നു. മൂത്ത മോനെ ഏതോ പള്ളിയിൽ കൊണ്ടിരുത്തിയിരിക്കുക. അപ്പോ അവിടില്ല. പള്ളിയിലോ? എന്തിന്? സ്വരത്തിൽ ഉദ്യോഗം ചിറകുതുക്കി നിന്നു. ഭ്രാന്താണോന്? ഒരുപാട് ചികിത്സിച്ചേക്കണ്, മാറ്റമൊന്നുമില്ലാഞ്ഞിട്ടാ പള്ളിയിൽ കൊണ്ട് പാർപ്പിച്ചേക്കണത്. തികച്ചും സാധാരണ മട്ടിലായിരുന്നു കുഞ്ഞലവി അപ്പോഴും. അതൊരു പുതിയ അറിവായിരുന്നു. ചിന്നമ്മയുടെ കാതിലെത്തിയിട്ടില്ലാത്ത അറിവ്. പള്ളിയില് ഭ്രാന്തിന് ചികിത്സയുണ്ടോ? ഭ്രാന്തുള്ളവരെ കുറെ നാള് അവിടെ കൊണ്ടിരുത്തിയാ മാറുന്നാ കേക്കുന്നത്. എവിടാ ഈ പള്ളി? ദൂരെ എവിടാണ്ടാ? നമുക്ക് നിശ്ചയില്ല. അവിടെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? അതിനൊക്കെ ആളിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവിടത്തെ ചെറിയ ഇക്കാക്ക ആഴ്ചതോറും പോയി അന്വേഷിക്കുമെന്നൊക്കെ പറയണ കേട്ടു. ഉള്ളിൽ ഭയത്തിന്റെ നേരിയ കണിക പോലുമില്ല ഇപ്പോൾ. പകരം അനുതാപമാണ് മുട്ടിടുന്നത്. താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യനോട്. കുഞ്ഞലവി കണ്ടിട്ടുണ്ടോ ആ ആളിനെ? പിന്നെ എന്ത് യോഗ്യനായിരുന്നു കാണാൻ. ഇപ്പം മൊട്ടയൊക്കെ അടിച്ച് കോലം തിരിഞ്ഞു പോയേക്കണ്. എന്ത് പ്രായം വരും? നമ്മുടെ അറബ് മാഷിന്റെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. തെല്ലിട ഒന്ന് ആലോചിച്ചിട്ടായിരുന്നു മറുപടി. മൊയ്തീൻ മാഷിന്റെ രൂപമായിരുന്നു കൺമുമ്പിൽ. 30ഓ 32ഓ, എന്തായാലും അതിൽ കൂടാൻ വഴിയില്ല. ഈശ്വരാ, ഇത്രയും ചെറിയ പ്രായത്തിലാണോ ആ മനുഷ്യന് ഈ ദുർവിധി? വാക്കുകൾ മനസ്സിൽ കിടന്നതേയുള്ളൂ. അധ്യായം 8. മായയെ തിരക്കി ആരോ വന്നിരിക്കുന്നു. അടുക്കള വാതിൽക്കൽ നിന്ന് ചിന്നമ്മ വിളിച്ചു പറഞ്ഞു. മനസ്സൊന്ന് കുതിച്ചു ചാടി. തന്നെ അന്വേഷിച്ച് ആരാവും? അതും ഈ നേരത്ത്? പെട്ടെന്ന് ഓർമ്മ വന്നത് സുമതി ചേച്ചിയെയാണ്. പല്ല് തേപ്പ് നിർത്തി വേഗം മഗ്ഗിലിരുന്ന വെള്ളമെടുത്ത് വായും മുഖവും കഴുകിയെന്നു വരുത്തി. ചവിട്ടുപടി കയറുന്നതിനു മുമ്പ് ഒരു സ്വപ്നം പോലെ മുന്നിൽ ഇന്ദു സ്തബ്ധയായി നിന്നുപോയി. തലേന്നും അവളുടെ കത്ത് കിട്ടിയതാണ്. ഒരു സൂചന പോലും തരാതെ. ഇന്ദു, നീ ഇവിടെ? തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? താൻ നിന്നിടത്ത് നിന്ന് ഇറങ്ങി വന്ന് അവൾ വട്ടം ചുറ്റിപ്പിടിച്ചു. അടുക്കളയിലുണ്ടായിരുന്ന യമുനയും രാധികയും മുഖം തിരിക്കുന്നത് കണ്ടു. ചിന്നമ്മ സാഗൂതം ഇരുവരെയും മാറി മാറി നോക്കുന്നു.
വാ, നമുക്ക് ഉമ്മറത്തേക്കിരിക്കാം. ഉള്ളിൽ ആഹ്ലാദം തുള്ളിത്തുളുമ്പുകയാണ്. ഏറ്റവും അടുത്ത ഒരാൾ തന്നെ തേടിയെത്തിയിരിക്കുന്നു. എങ്ങനെ എത്തി ഇവിടെ വരെ? അതും ഇത്ര രാവിലെ? ഇന്ന് വെള്ളിയാഴ്ചയാണ്. അവൾക്കും അവധിയാണെന്നറിയാം. ആദ്യത്തെ വണ്ടിക്ക് തന്നെ കയറിപ്പറ്റി. വഴിയൊക്കെ നീ എഴുതിയിരുന്നില്ലേ? വായിൽ നാക്കുണ്ടായിരുന്നതുകൊണ്ട് ചോദിച്ചും പറഞ്ഞും ഇങ്ങു പോന്നു. എന്നിട്ട് നീ ഒരു വാക്കുപോലും കത്തിൽ എഴുതിയിരുന്നില്ലല്ലോ. തനിക്കതായിരുന്നു പരിഭവം. സത്യത്തിൽ കത്ത് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞായിരുന്നു തീരുമാനിച്ചത് മായേ. പിന്നീട് എന്താണ് പറയേണ്ടതെന്നറിയാതെ നിൽക്കുമ്പോഴും മനസ്സിന്റെ അമ്പരപ്പ് മാറിയിരുന്നില്ല. എന്ത് സൗകര്യമാ ഇവിടെ. ഞങ്ങളുടെ ലോഡ്ജില് നീയൊന്ന് വന്നു നോക്കണം. ഇഠാവട്ടത്തിലാ 7-8 പേർ ഒതുങ്ങിക്കഴിയുന്നത്. വീടും പരിസരവുമൊക്കെ അവൾക്കാകെ ബോധിച്ചുവെന്ന് തോന്നി. അതാണ് നീ എഴുതിയിരുന്ന വെറ്റിലപ്പറമ്പ് അല്ലേ? ഇന്ദുവിന്റെ നോട്ടം അങ്ങോട്ടായി. ഉവ്, ഒരു പ്രേതകുടീരം പോലെയുണ്ട്. മൗനത്തിന്റെ ഭാരവും പേറിക്കൊണ്ട് നിൽക്കുന്ന മാളികയിൽ വർഷങ്ങളോളം കണ്ണുകൾ ഉടക്കി നിന്നു. ആ വീടിനെക്കുറിച്ച് ഇന്ദുവിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അയാളെ കൊണ്ടുവന്നോ ആ ഭ്രാന്തനെ? ഇല്ലെന്നാ തോന്നുന്നത്. അതേക്കുറിച്ച് ഇതേവരെ അറിവൊന്നുമില്ല. അല്ലെങ്കിലും ആരോടാ ചോദിക്കുക? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അടുപ്പമൊന്നും കോയാക്കിയോടില്ലല്ലോ. നിന്റെ പേടിയൊക്കെ മാറിയോ മായേ? എനിക്കിപ്പോ പഴയതുപോലെ പേടിയൊന്നുമില്ല. ഞാനിപ്പം തനിച്ചൊക്കെ കുളിക്കാനും തുണി നനയ്ക്കാനും ഒക്കെ പോകാറുണ്ട്. എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ. കേട്ടു നിൽക്കുമ്പോൾ മനസ്സിൽ മറ്റൊന്നായിരുന്നു. എന്ത് നൽകിയാണ് ഇന്ദുവിനെ സൽക്കരിക്കുക? കഞ്ഞി റെഡിയാവാൻ ഇനിയും സമയമെടുക്കും. കട്ടൻ ചായ ഇട്ട് കൊടുക്കാനേ നിവൃത്തിയുള്ളൂ. ഇടയ്ക്കൊന്നും കഴിക്കാൻ താൻ ഒന്നും വാങ്ങി വെക്കുന്ന പതിവുമില്ല. ചിന്നമ്മയെ വിളിച്ച് ഇന്ദുവിന്റെ അടുക്കൽ സംസാരിക്കാനിരുത്തി വേഗം അടുക്കളയിലേക്ക് നടന്നു. അടുപ്പൊന്നും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്നിൽ അരി വേകുന്നു, മറ്റതിൽ യമുന പാല് കാച്ചുന്നു. രാധിക വാതിൽപ്പടിയിലിരുന്ന് മെഴുക്ക് പുരട്ടിക്കുള്ള വെണ്ടയ്ക്ക അരിയുകയാണ്. പാലിറക്കുന്നത് വരെ ക്ഷമയോടെ കാത്തുനിന്നു. കട്ടൻ ചായ ഇടുന്നതൊക്കെ യമുനയും രാധികയും കാണുന്നുണ്ടായിരുന്നു. ആരും ഒരക്ഷരം മിണ്ടിയില്ല. ഒട്ടൊരു വൈമുഖ്യത്തോടെയാണ് അതും കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നത്. കിടക്കമുറിയിൽ നിന്നും കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇറങ്ങി വന്ന നന്ദിനി ചേച്ചി തന്റെ മുഖത്തേക്കും കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലേക്കും മാറി മാറി നോക്കി. ഇതിന്റെ കൂടെ കൊടുക്കാൻ ഒന്നുമില്ലേ മായേ? ആ കുട്ടി ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട്. ഇത്തിരി കഴിഞ്ഞ് കഞ്ഞി കൊടുക്കാലോ ചേച്ചി. ഇപ്പൊ ഇത് മതി. നിൽക്ക്, അവളുടെ കയ്യില് നേന്ത്രപ്പഴമോ മറ്റോ കാണും. ഞാൻ വാങ്ങിത്തരാം. വേണേൽ പിന്നീട് വാങ്ങിക്കൊടുക്കാലോ. അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതാണ്. കയ്യിൽ പിടിച്ചു നിർത്തി. വേണ്ട ചേച്ചി. തന്റെ മുഖഭാവം കണ്ടിട്ടാവും അവർ പിന്നെ നിർബന്ധിക്കുകയുണ്ടായില്ല. യമുനയുടെയോ രാധികയുടെയോ ഔദാര്യം സ്വീകരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇന്ദു കാലിച്ചായ കുടിക്കുന്നത്. കട്ടനിടുമ്പോൾ കാച്ചിവെച്ച പാൽ തൊട്ടരികെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു തുടം പാൽ ചായപാത്രത്തിലേക്ക് പകർന്നു തരാനുള്ള സൗമനസ്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരോട് ആണ് നന്ദിനി ചേച്ചി കെഞ്ചാൻ പോകുന്നത്. ചേച്ചി ചോദിച്ചാൽ അവർ കൊടുക്കും. പക്ഷേ തനിക്ക് വേണ്ട. ഇന്ദു കൈനീട്ടി ഗ്ലാസ് വാങ്ങുമ്പോൾ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വിശക്കുന്നൊന്നുമില്ലല്ലോ. കഞ്ഞി വെന്തിട്ടില്ല ഇതുവരെ. വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നീ എന്തു ചെയ്യും? ഒരു ചെറു പുഞ്ചിരിയോടെയായിരുന്നു ചോദ്യം. കഞ്ഞി വേകുന്നത് വരെ ഇങ്ങനെ ഇരുത്തും. പറയാതെ വന്നതിന്റെ ശിക്ഷയാണെന്ന് കൂട്ടിക്കോ. ഇന്ദു ചിരിച്ചു. അവളെ നോക്കിയിരിക്കുമ്പോൾ ആ പഴയ ക്ലാസ് മുറിയിലേക്ക് ഊളിയിടുകയായിരുന്നു മനസ്സ്. ആ സാമീപ്യം തന്നെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കണ്ണൂർ PSC വിളിച്ചിട്ടുണ്ട്. ഇന്ദുവിന്റെ സ്വരം. ഓ. ഉള്ളിൽ ഉത്സാഹം തിരയടിക്കുന്നു. നീ പത്രമൊന്നും വായിക്കാറില്ലെന്ന് എഴുതിയിരുന്നില്ലേ? എനിക്കറിയാം. ഈ കാര്യം അറിഞ്ഞു കാണാൻ വഴിയില്ലെന്ന്. ഒരു പത്രം വരുത്തിക്കൂടെ നിങ്ങൾക്ക്? ഈ കാട്ടുമുക്കില് ആരാ പത്രവും കൊണ്ട് വരുന്നത്? ഏർപ്പാട് ചെയ്താ കൊണ്ടിടും. നിങ്ങൾക്ക് വേണ്ടാഞ്ഞിട്ടാണെന്ന് പറയ്. പത്രവായനയില്ലാത്ത ടീച്ചർമാരെ ഞാൻ ആദ്യം കാണുക. പണ്ടേ ഇന്ദു മറ്റുള്ളവരെ പരിഹസിക്കാൻ ആരുടെയും പിന്നിലല്ല. എന്റെ ഇന്ദു, പതുക്കെ. ആരെങ്കിലും കേൾക്കുമോ എന്നായിരുന്നു പേടി. യമുനയും രാധികയുമേ അകത്തുള്ളൂ. ബാക്കിയുള്ളവർ കുളിക്കാൻ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി തനിച്ചു പോകേണ്ടി വരും തനിക്ക്. പത്രവായന പണ്ടേ തനിക്കുണ്ടായിരുന്നില്ലെന്ന് ഓർത്തു. വീട്ടിൽ പത്രമേ വരുത്തുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം ലോകകാര്യങ്ങൾ ഇപ്പോൾ സ്കൂളിൽ നിന്നറിയാൻ കഴിയും. രാഷ്ട്രീയം മുതൽ സിനിമ വരെയുള്ള വിഷയങ്ങളുടെ ചർച്ചാവേദിയാണ് സ്റ്റാഫ് റൂം. അപേക്ഷ വാങ്ങി അയക്കേണ്ടുന്ന വിധമൊക്കെ ഇന്ദു പറഞ്ഞു തന്നു.
മേൽവിലാസം വരെ കുറച്ചുകൊണ്ടായിരുന്നു അവളുടെ വരവ്. അവസാന ദിവസം വരെ കാത്തിരിക്കേണ്ട, കഴിയുന്നതും അടുത്ത ആഴ്ചയിൽ തന്നെ അയക്കണം നിർദ്ദേശവും ഉണ്ടായി. ഇവിടുത്തെ ഷോർട്ട് ലിസ്റ്റിൽ നിന്നും ഇന്റർവ്യൂവിന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാബുവേട്ടൻ പറയുന്നത് കേട്ടു. ഈ സ്കൂൾ ഇയർ തീരുന്നതിന് മുമ്പ് നിയമനം നടക്കാതിരുന്നാൽ മതിയായിരുന്നു. മനസ്സാകെ വിറങ്ങലിച്ചു നിന്ന നിമിഷങ്ങൾ. ആദ്യം കണ്ട പ്രസരിപ്പോ ആഹ്ലാദമോ ഒന്നും ഇന്ദുവിന്റെ സ്വരത്തിൽ ഉണ്ടായിരുന്നില്ല. രൂപയുണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും കയറി പറ്റാമായിരുന്നു മായേ. നമ്മുടെ നാട്ടിൽ വാങ്ങുന്നതിന്റെ പകുതി രൂപ പോലും ഇവിടെ ഒന്നും വേണ്ട. ഇഷ്ടം പോലെ സ്കൂളുകളുമുണ്ട്. അവളുടെ സ്വരത്തിൽ നിരാശ ചേക്കേറിയിരുന്നു. നിസ്സഹായമായ മൗനം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. ഈശ്വരാ, ഈ സ്കൂൾ വർഷം തികയ്ക്കാനായെങ്കിൽ. തനിക്കതായിരുന്നു പ്രാർത്ഥന. ആദ്യത്തെ ശമ്പളം കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. മെസ് ഫീയും വീട്ടുവാടകയ്ക്കുമുള്ളത് കൊടുത്തു കഴിഞ്ഞ് അത്യാവശ്യം ചിലവിന് വേണ്ടത് മാറ്റിവെച്ച് ബാക്കി തുക അച്ഛൻ്റെ പേർക്ക് അയക്കുകയായിരുന്നു. മണി ഓർഡർ ഫോം പൂരിപ്പിക്കുമ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരാത്മസംതൃപ്തി നുരയിട്ട് നിന്നിരുന്നതോർത്തു. ഇന്ദുവിൻ്റെ വാക്കുകൾ ഉള്ളിൽ ആലസ്യമുണ്ടാക്കുന്നു. ഇപ്പോൾ മനസ്സിൻ്റെ ബോധതലത്തെ പൂർണ്ണമായും ആവേശിക്കുന്ന ആലസ്യം. നീ ആകെ അപ്സെറ്റായല്ലോ മായേ. ഇന്ദുവിൻ്റെ ചോദ്യമാണ് സിരകളെ ഉണർത്തിയത്. എന്തായാലും 6 മാസത്തേക്ക് പേടിക്കണ്ട കേട്ടോ. ഇന്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റൊക്കെ ഇടാൻ കുറഞ്ഞത് അത്രയും നാളെങ്കിലും വേണ്ടിവരും. പ്രത്യാശയോടെ ചെവി ഓർക്കുകയായിരുന്നു ആ വാക്കുകൾ. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കുളിക്കാൻ പോയവർ മടങ്ങിയെത്തി. ഈ കുട്ടിക്ക് ഇതുവരെയൊന്നും കൊടുത്തില്ലേ മായേ? ചേച്ചി ചോദിച്ചു. കൊടുത്തില്ല. അരപ്ലേസിലിരുന്ന ഒഴിഞ്ഞ ഗ്ലാസും എടുത്തുകൊണ്ട് എഴുന്നേറ്റു. കഞ്ഞി കാലമായി കാണും. ചെന്ന് രണ്ടുപേരും കൂടി കഴിക്ക്. ആജ്ഞാശക്തി ഉണ്ടായിരുന്നു ആ നിർദ്ദേശത്തിൽ. അങ്ങനെയൊന്നിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു താനും. എനിക്ക് ധൃതിയില്ല ചേച്ചി, നിങ്ങളോടൊപ്പം മതി, ഇന്ദു ഭംഗി വാക്കു പറഞ്ഞു. അതിനിനിയും സമയമെടുക്കും. നിങ്ങൾ കഴിച്ചോളൂ. പിന്നീട് തർക്കിക്കാൻ നിന്നില്ല. വേഗം അകത്തേക്ക് നടന്നു. അടുക്കളയിൽ ആരും ഉണ്ടായിരുന്നില്ല. യമുനയും രാധികയും ജോലിയുമൊക്കെ ഒതുക്കി കുളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. മെസ്സിന്റെ ചുമതലയുള്ള ദിവസം കുളിമുറിയിലാണ് കുളി. കുറച്ച് ആയാസപ്പെട്ടാണെങ്കിലും കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ചു കയറ്റും. ചോറ് കൊണ്ടുപോകുന്ന പാത്രവും പ്ലേറ്റും സോസറും എടുത്ത് കഴുകി കഞ്ഞിയും മെഴുക്ക് പുരട്ടിയും വിളമ്പി. അതിനിടയിൽ നന്ദിനി ചേച്ചി അരികിലേക്ക് വന്നു. ആ കുട്ടി ഉച്ച കഴിഞ്ഞല്ലേ പോകുള്ളൂ? ഉവ്, അവൾ അങ്ങനെ സൂചിപ്പിച്ചിരുന്നതോർത്തു. എങ്കിൽ പിന്നെ രണ്ടുപേർക്കുമുള്ള ചോറ് മായ വെക്കണം. കഞ്ഞി കുടിച്ചിട്ട് അരിയിട്ടാൽ മതി. ശരിയെന്ന മട്ടിൽ തലകുലുക്കി. അതേക്കുറിച്ച് അപ്പോഴാണ് ഓർത്തതും. രാവിലെ അരിയിട്ട് കഴിഞ്ഞാണ് ഇന്ദു വന്നത്. ഒരിക്കലും കഞ്ഞിയോ ചോറോ മിച്ചം വരാറില്ല. കൃത്യമാണ് അളവൊക്കെ. ഒന്നും പാഴാക്കി കളയാൻ ചേച്ചി അനുവദിക്കാറില്ല. അല്ലെങ്കിലും വിരുന്നുകാർ വരുന്ന പതിവ് ഉണ്ടായിരുന്നില്ലല്ലോ. കറി തികഞ്ഞില്ലെങ്കിൽ കുറച്ച് ചമ്മന്തി കൂടി അരയ്ക്കണം കേട്ടോ മായേ, ചേച്ചി പറഞ്ഞു. അതിനും സമ്മതം മൂളി. കൂട്ടുകാരി തൻ്റേതാണെങ്കിലും സൽക്കരിക്കേണ്ടുന്ന ഭാരം ചേച്ചിയാണ് ചുമലിലേറ്റിയിരിക്കുന്നത്. ഞാൻ വന്നത് നിനക്ക് ബുദ്ധിമുട്ടായി ഇല്ലേ മായേ? കഞ്ഞി കൂടി കഴിഞ്ഞ് അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെക്കുന്നത് കണ്ട് ഇന്ദു ചോദിക്കാതിരുന്നില്ല. ഇത്തിരി ചോറി വെക്കുന്നത് എനിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നില്ലല്ലോ ഇന്ദു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയ്, ഞാൻ സഹായിക്കാം. അവസരം വരട്ടെ, പറയാം. വെറുതെയാണ് താൻ എങ്ങനെ പറഞ്ഞതെങ്കിലും ചമ്മന്തിക്കുള്ള തേങ്ങ അവൾ തിരുമ്മി തന്നു. അതരച്ചത് കാര്യമായി. ഒരാൾക്കുള്ള കറിയും മെഴുക്ക് പുരട്ടിയുമേ പാത്രങ്ങളിൽ അവശേഷിച്ചിരുന്നുള്ളൂ. വിളമ്പിയവർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ രണ്ടും കുറച്ചുകൂടി മിച്ചം വെക്കാമായിരുന്നു. മനഃപൂർവ്വമല്ല ഒന്നും എന്ന് വിശ്വസിക്കാനാണ് മനസ്സൊരുങ്ങിയത്. ഊണിന് 4-5 പപ്പടവും കൂടി കാച്ചിയെടുത്തു. പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാതെ ഇന്ദു വിളമ്പിക്കൊടുത്തതൊക്കെ കഴിക്കുകയും ചെയ്തു. നിന്റെ ചമ്മന്തിക്കും പപ്പടത്തിനുമൊക്കെ നല്ല രുചി, ഒട്ടൊരു തമാശ കലർത്തി അവൾ പറഞ്ഞു. ഊണ് കഴിഞ്ഞ് അധികം വൈകാതെ ഇന്ദു പോകാനിറങ്ങി. ഇനിയും സംസാരിച്ചിരുന്നാൽ സമയം പോകുന്നതറിയില്ല. സന്ധ്യ മയങ്ങുന്നതിനു മുമ്പ് താവളത്തിലെത്തണം. അവൾ ധൃതി കൂട്ടി. മനസ്സില്ലാ മനസ്സോടെയാണ് യാത്ര അയച്ചത്. നീ ഒരു ദിവസം അങ്ങോട്ടേക്ക് വാ മായേ. ഒറ്റ ബസ്സാ ഇവിടുന്ന്. സ്റ്റാൻഡിനടുത്ത് തന്നെയാ ഞങ്ങളുടെ ലോഡ്ജും. ഇവിടെ വരുന്നത്ര പ്രയാസമൊന്നുമില്ല. ഞാൻ വരുന്നുണ്ട്, ഉറപ്പു കൊടുത്തു. നേരത്തെ എഴുതണം കേട്ടോ. അതില്ല, നീ എന്നെ പറ്റിച്ചില്ലേ. പകരത്തിന് പകരം വേണ്ട, നീ തന്നെ ചുറ്റിപ്പോകും. വരുന്ന ദിവസം ഞാൻ എങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലോ? നീ എവിടെ പോകാനാ?
അന്ന് വെറുതെ ചോദിച്ചുവെങ്കിലും പിന്നീടാണ് അവൾ ആ പറഞ്ഞതിൻ്റെ പൊരുൾ കിട്ടിയത്. എത്രയോ നാളുകൾ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വഴി കണ്ടുപിടിക്കുകയായിരുന്നു. ഒരു രക്ഷാമാർഗവും തുറന്നു കിട്ടാത്തതാണോ തനിക്ക്? അതോ ബന്ധുക്കളുടെ ഊരാകുടുക്കിൽപ്പെട്ട് ഒന്നും കണ്ടില്ലെന്ന് നടിക്കേണ്ട വന്നതോ? പ്രത്യേകിച്ചൊരുത്തരം കണ്ടുപിടിക്കാനാവുന്നില്ല. അന്ന് ഇന്ദു വന്ന ദിവസം ഇപ്പോഴും ഓർമ്മയുടെ ഭിത്തിയിൽ തെളിമയോടെ നിൽക്കുന്നു. കഴുകാനിട്ടിരുന്ന തുണിയൊക്കെ ബക്കറ്റിലെടുത്തിട്ട് കുളി കഴിഞ്ഞ് മാറിയുടുക്കാനുള്ളതും മടക്കിയെടുത്ത് വീടും പൂട്ടി വഴിയിലേക്കിറങ്ങുമ്പോൾ കാലുകൾക്ക് ധൃതിയായിരുന്നു. യമുനയും കൂട്ടുകാരുമൊക്കെ മടങ്ങിയെത്തുന്നതിനു മുമ്പ് തിരിച്ചു വരണം. മെസ്സ് ആരുടേതായാലും എല്ലാ വെള്ളിയാഴ്ചകളിലും താൻ കാപ്പി തിളപ്പിച്ചു വെക്കും. കഞ്ഞിക്ക് അരിയും ഇട്ടിരിക്കും. അത്രയും സമയം അങ്ങനെ പോയി കിട്ടുമല്ലോ എന്നോർത്താണ്. കുളവും പരിസരവും വിജനമായിരുന്നു. വേഗം തുണികൾ കഴുകി ബക്കറ്റിലാക്കി വെച്ചു. കുളി കഴിഞ്ഞ് വേഷം മാറി ബക്കറ്റും തൂക്കിപ്പിടിച്ച് വരികയായിരുന്നു. ലോഡ്ജിന്റെ പടിക്കലെത്താൻ 10-30 അടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആ വിളിയൊച്ച വന്നത്. "മൂരി വരുന്നേ, മാറിക്കോളിൻ." അമ്പരപ്പിൽ മനസ്സാദ്യം ഒന്ന് പകച്ചു. പിന്നീടാണ് അത് കണ്ടത്. വെട്ടുവഴിയുടെ അങ്ങേയറ്റത്ത് കൊമ്പും കുലുക്കിക്കൊണ്ട് പാഞ്ഞു വരുന്ന ഒരു കാളക്കൂറ്റൻ. സപ്തനാഡികളും തളർന്നുപോയി. "വഴീന്ന് മാറിക്കോളിൻ, ഇടഞ്ഞിട്ടാണ് വരുന്നത്." എതിരെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കാളയുടെ പിന്നാലെ ഓടിവന്ന കന്നാലിച്ചെറുക്കൻ സർവശക്തിയുമെടുത്ത് വിളിച്ചുകൂവി. തിരിഞ്ഞോടാൻ മനസ്സൊരുങ്ങി. പക്ഷേ എത്ര ദൂരം? ഇടുങ്ങിയ വഴി പിന്നിലും നീണ്ടുകിടക്കുന്നു. "ടീച്ചറെ, എങ്ങോട്ടെങ്കിലും മാറിക്കോ, അത് കുത്തും." ആ പയ്യന്റെ നിലവിളി കാതുകളിൽ വന്നലച്ചു. എങ്ങോട്ടും കയറാൻ വയ്യ. ഇരുവശത്തെയും പറമ്പുകൾക്ക് അസാമാന്യ ഉയരമാണ്. ഈശ്വരാ, തന്റെ അന്ത്യം ഈ ഇടവഴിയിൽ വച്ചാണ്. പ്രജ്ഞാശക്തി 1000 സ്ഫുലിംഗങ്ങളായി ചിതറിത്തെറിച്ചു. "ഇങ്ങോട്ട് കയറിക്കോളൂ." ആരുടെയോ കൈ വെറ്റിലക്കൊടികൾക്കിടയിൽ നിന്നും താഴേക്ക് നീണ്ടുവരുന്നു. മറ്റൊന്നും ആലോചിച്ചില്ല. കാലുകളുയർത്തി ആ കൈയിൽ മുറുകെ പിടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. അടുത്ത ഭാഗം നാളെ.